Good morning, all. Our next topic is factors determining or influencing capital structure. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫാക്ടേഴ്സ് രണ്ട് തരത്തിലുണ്ട്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേർണൽ ഫാക്ടേഴ്സും. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ കൊണ്ടുവരുന്ന ഫാക്ടേഴ്സ്. എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ടുള്ള, അതായത് ഒരു കമ്പനിയുടെ മാത്രം ബാധിക്കുന്നില്ല, ആ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ ഫേംസിനെയും ബാധിക്കുന്ന ജനറൽ ആയിട്ടുള്ള എക്കണോമിക് ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോഫിറ്റബിലിറ്റി. അപ്പം എപ്പോഴും ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് പ്രോഫിറ്റബിലിറ്റി, അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പം ആ ഒരു എബിറ്റ് EPS അനാലിസിസൊക്കെ എപ്പോഴും ചെയ്യണം. എബിറ്റ് എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, എബിറ്റ് എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയർ. Then only it can select the combination which gives the highest value of EPS for a given level of EBIT. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഓഫ് ഏർണിങ്സ് പെർ ഷെയറിന് ഏറ്റവും കൂടുതൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ ഏർണിങ്സ് പെർ ഷെയർ കൂടുതൽ കിട്ടുന്നത് ആ രീതിയിലുള്ളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ സെലക്ട് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കുന്നതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. Second ആണ് liquidity. While planning the capital structure, an important factor to be considered is liquidity. For ensuring liquidity, it is necessary to undertake cash flow analysis. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ പറയുക, ലിക്വിഡായിട്ടുള്ള ക്യാഷ് അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള അസറ്റ്സ് ഒരു ഫേമിന് അവൈലബിൾ ആയിരിക്കുന്ന സിറ്റുവേഷനെയാണ് അതിനെ ലിക്വിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും ഒക്കെ എത്ര വരുന്നുണ്ട് എന്നുള്ള ക്യാഷ് ഫ്ലോ അനാലിസിസ് മനസ്സിലാക്കണം, ഇൻട്രസ്റ്റ് റീപേയ്മെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. If the cash inflows are relatively larger than cash outflows, the firm can opt debt to finance. കാരണം ഡിബഞ്ചേഴ്സ് ഒക്കെ ആകുമ്പം അതിന് ഇൻട്രസ്റ്റ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടോ, അതായത് ലിക്വിഡിറ്റി ഓക്കെ ആണോ എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് എത്രത്തോളം ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. തേർഡ് വൺ ആണ് ഫ്ലെക്സിബിലിറ്റി. The firm, while deciding the capital structure, shall ensure flexibility in its capital structure. അത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണ്, നമ്മുടെ സിറ്റുവേഷൻസ് മാറുമ്പോൾ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിൽ വേണം ക്യാപിറ്റൽ സ്ട്രക്ചർ സെറ്റ് ചെയ്യാൻ. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ഓൾവേസ് പ്രൊവൈഡ്സ് സ്കോപ്പ് ഫോർ റേസിംഗ് ഫണ്ട്സ് ത്രൂ ഡെറ്റ്സ്. എപ്പോഴും ഫുള്ളായിട്ട് ഈക്വിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഷെയർസിനെ മാത്രം, ഓൺഡ് ക്യാപിറ്റലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ നല്ലതല്ല. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പം എപ്പോഴും എക്സ്ട്രാ ഫണ്ട് റേസ് ചെയ്യുക, ഡെറ്റിലൂടെ ഫണ്ട് റേസ് ചെയ്യാനുള്ളൊരു സ്കോപ്പുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് ഫ്ലെക്സിബിലിറ്റി ഉള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സൈസ് ഓഫ് ബിസിനസ്. വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലും യൂസ് ചെയ്യാം, അതേപോലെ ഡെറ്റ് ഫണ്ട് റേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ കമ്പനീസ് ആകുമ്പോൾ അവരുടെ ഡിബഞ്ചേഴ്സിനൊക്കെ മാർക്കറ്റ് ഉണ്ടാവും. അതേപോലെ ചെറിയ കമ്പനീസ് ആകുമ്പോൾ അവരെന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് ഇങ്ങനെ ഡിബഞ്ചർ ഒന്നും ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവർ മാക്സിമം ഓൺഡ് ക്യാപിറ്റൽ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ മീഡിയം സൈസ് കമ്പനീസ് ആകുമ്പോൾ അവർക്ക് എല്ലാ സോഴ്സസും യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെറിയ കമ്പനീസ് ആകുമ്പം അവർക്ക് ഡെറ്റ് അധികം കിട്ടാത്തത് കൊണ്ടിട്ട് തന്നെ, കിട്ടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ലോൺസ്, ആ രീതിയിൽ പല സോഴ്സസിൽ നിന്നായിരിക്കും അവരുടെ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ബിസിനസ്സിൻ്റെ സൈസും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ. പിന്നുള്ളത് നാച്ചർ ഓഫ് ബിസിനസ്സാണ്. നാച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാനുഫാക്ചറിങ് പ്രൊഡക്ഷനുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ക്യാപിറ്റൽ വേണ്ടി വരും. അവർക്ക് പിന്നെ ഫിക്സഡ് അസറ്റിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയുണ്ട് തന്നെ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അവർക്ക് കൂടുതലും ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നന്നാവുക, കാരണം റിസ്ക് കൂടുതലുണ്ട്. പിന്നെ ട്രേഡിംഗ് കൺസേൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
ട്രേഡിംഗ് കൺസേൺസിന് കൂടുതലും കറൻറ്റ് അസറ്റ്സിൻ്റെ ആവശ്യമാണുള്ളത്. അവർക്ക് ഹെവി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അത്രത്തോളം വേണ്ടി വരില്ല. അപ്പോൾ റിസ്ക്കും കുറച്ച് കുറവായതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെറ്റിലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് റെഗുലാരിറ്റി ആൻഡ് സർട്ടനിറ്റി ഓഫ് ഇൻകം. ചില ബിസിനസ്സിന് എന്താ പറയുക, നല്ല റിസ്ക് ഉണ്ടാവും, അതേപോലെ നല്ല റിട്ടേൺ ഉണ്ടാവും. പക്ഷേ ആ റിട്ടേൺ ഒരിക്കലും സർട്ടേൺ ആയിരിക്കില്ല. ഹൈ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, റിട്ടേൺ ഉണ്ടെങ്കിൽ നല്ല റിട്ടേൺ ആയിരിക്കും, പക്ഷേ റിട്ടേൺ ഇല്ലാതിരിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വേണം, കാരണം ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിലും ആ ഡിബെഞ്ചറിന് മുകളിലുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണം. ഡിബെഞ്ചേഴ്സും കുറച്ച് കഴിയുമ്പോൾ റിഡീം ചെയ്യുകയൊക്കെ വേണം. അതുകൊണ്ട് തന്നെ എത്രത്തോളം സർട്ടനിറ്റി, ഇൻകത്തിനെ പറ്റി സർട്ടനിറ്റി ഉണ്ടോ അതിന് ബേസ് ചെയ്തിട്ട് വേണം ഡിബെഞ്ചേഴ്സൊക്കെ ഇഷ്യൂ ചെയ്യുന്ന കാര്യം തീരുമാനിക്കാൻ. ഒരു ആവറേജ് ഇൻകം കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം എന്താണ്, അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റും. ഇനി അത്രയും ഹൈ റിസ്ക് ആണ്, പിന്നെ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ കഴിയുന്നതും ഓൺഡ് ക്യാപിറ്റൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. കാരണം ഓൺഡ് ക്യാപിറ്റൽ ആണെങ്കിൽ അതിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഡിവിഡൻഡ് കൊടുത്താൽ മതി. നെക്സ്റ്റ്, പീരീഡ് ആൻഡ് പർപ്പസ് ഓഫ് ഫിനാൻസിങ്. നമ്മളൊരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ഫിനാൻസിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓൾവേസ് ബെറ്റർ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ഫണ്ടിന് ഇത്രയും ആവശ്യമെങ്കിൽ ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോൺസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാം, ബിക്കോസ് അതൊക്കെ റീപേ ചെയ്യേണ്ടതാണ്. പിന്നെയുള്ളൊരു ടേമാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അതായത് പ്രിഫറൻസ് ഷെയർസും ഡിബെഞ്ചേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻകം കൂട്ടുന്ന ആ ഒരു രീതിക്കാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സിറ്റുവേഷൻ ഉണ്ടാവും. കാരണം എന്താണ്, ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കുറവായിരിക്കും, അതിനേക്കാൾ കൂടുതൽ ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിൽ ഡിവിഡൻഡ് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സിറ്റുവേഷൻസ് ആകുമ്പോൾ എന്താണ്, ശരിക്കും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറേ പൈസ അധികം കിട്ടുകയാണ് ചെയ്യുന്നത്. ഡിബെഞ്ചേഴ്സിലൂടെയും അല്ലെങ്കിൽ സെർട്ടൻ പെർസെൻറ്റേജ് മാത്രം ഡിവിഡൻഡ് വരുന്ന പ്രിഫറൻസ് ഷെയർസിലൂടെയും ബിസിനസ്സിന് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. ആ കൂടുതൽ ഉണ്ടാക്കുന്ന റിട്ടേൺ ശരിക്കും ആർക്കുള്ളതാണ്, ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. അങ്ങനെ റിട്ടേൺ ഉണ്ടാക്കുന്നതിനെയാണ് ട്രേഡിംഗ് ഓൺ ഈക്വിറ്റി എന്ന് പറയുക, അല്ലെങ്കിൽ അതിന് ഫിനാൻഷ്യൽ ലിവറേജ് എന്നും പറയും. അതായത് നമ്മൾ പിന്നെ ഒരു ബിസിനസ്സിന് 10% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ ഡിബെഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് വരുന്നത് 5%, പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് വരുന്നത് 7% ആണെങ്കിൽ ആ ബാക്കി വരുന്ന പെർസെൻറ്റേജൊക്കെ ആർക്കുള്ളതാണ്, ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. പിന്നുള്ളത് 9th പോയിൻറ്റ്, ഡിസയർ ടു റീറ്റെയിൻ കൺട്രോൾ. അതായത് കമ്പനി ഇപ്പോൾ ഉള്ള കൺട്രോള് കീപ്പ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതായത് ഒരു പവർ ഉണ്ടല്ലോ, ഓണർഷിപ്പ് പവർ കമ്പനി കീപ്പ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് പുതുതായിട്ട് ഡെറ്റ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതാണ്. കാരണം എന്താണ്, ഈക്വിറ്റി ഷെയർസ് വീണ്ടും ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഓണേഴ്സ് കൂടുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഒരു കുറേ കൂടെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ചിലപ്പം ബൾക്കായിട്ടൊക്കെ ഒരാൾ വാങ്ങിക്കുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലേക്ക് കമ്പനിയുടെ കൺട്രോളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൺട്രോൾ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും നന്നാവുക. പിന്നെ പറയുന്നതാണ് അസറ്റ് സ്ട്രക്ചർ. അതായത് കമ്പനിയുടെ അസറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഫിക്സഡ് അസറ്റും കറൻറ്റ് അസറ്റും. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ പ്രപ്പോർഷൻ കൂടുതലുള്ള കമ്പനീസിനാണെങ്കിൽ അവർക്ക് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. കാരണം എന്താണ്, അവർക്ക് റിസ്ക് ഇല്ല. അവർക്ക് പിന്നെ എന്തെങ്കിലും കടബാധ്യതകളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അത് മേക്കപ്പ് ആക്കാനുള്ള കറൻറ്റ് അസറ്റ്സ് അവരുടെ ഫിക്സഡ് അസറ്റ്സ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ ആ റിസ്ക് വരുന്നില്ല. ഇനിയിപ്പോൾ കറൻറ്റ് അസറ്റാണ് കൂടുതലുള്ളതെങ്കിൽ അവരെപ്പോഴും ഓൺഡ് ക്യാപിറ്റൽ, ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇനി നമുക്ക് പറയാനുള്ളത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഒരു പെർട്ടിക്കുലർ കമ്പനീനെ മാത്രമല്ല, ആ ഒരു ഇക്കോണമിയിൽ വരുന്ന എല്ലാ ഫേംസിനെയും എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഫോർ എക്സാമ്പിൾ, ഗവൺമെൻറ്റിൻ്റെ ഒരു ലീഗൽ റൂൾസിലൊരു ചേഞ്ചസ്, അല്ലെങ്കിൽ ടാക്സ് പോളിസിയിലൊരു മാറ്റം വരിക. അപ്പോൾ അതൊക്കെ എല്ലാ കമ്പനീനെയും എഫക്റ്റ് ചെയ്യില്ലേ. ആ രീതിയിലുള്ള ഫാക്ടേഴ്സാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കണ്ടീഷൻസ് ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ്, അതായത് ഡിപ്രഷനാണോ ബൂമാണോ, അതായത് നമ്മുടെ ഇക്കോണമി ഒരു ബൂമിലാണോ ഉള്ളത് അല്ലെങ്കിൽ മൊത്തം ഡൗൺ ആണോ, ആ സിറ്റുവേഷൻസൊക്കെ നോക്കണം. ബൂമാണെങ്കിൽ എപ്പോഴും നല്ലത് ഈക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. കാരണം എന്താണ്, അതിൽ കൂടുതൽ റിട്ടേൺ വരാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ ഉള്ളതാണ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണോ, അല്ലെങ്കിൽ അവർ ഭയങ്കര കോഷ്യസ് ആയിട്ട് സേഫ്റ്റി കൺസേൺ ഉള്ളതാണോ എന്നുള്ളത്. അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഈക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം. വളരെ കോഷ്യസ് ആണെങ്കിൽ ഡിബഞ്ചേഴ്സ് ആണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മിഡിൽ വരുന്ന ആളുകളാണെങ്കിൽ പ്രിഫറൻസ് ഷെയർസ്, ആ രീതിയിൽ. പിന്നെ തേർഡ് പറയുന്നത് കോസ്റ്റ് ഓഫ് ഫിനാൻസിങ്. കോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സെക്യൂരിറ്റിക്ക് ഒരു കമ്പനി കൊടുക്കേണ്ട റിട്ടേണിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റ് ഏറ്റവും കുറവ് ഡിബഞ്ചേഴ്സിനാണ്. അപ്പം കോസ്റ്റ് കുറഞ്ഞത് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുമ്പോഴാണ് കമ്പനിക്ക് എന്ത് കൂടുക, അവരുടെ റിട്ടേൺ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കൂടുക. അപ്പോൾ കഴിയുന്നതും കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ നോക്കണം. നെക്സ്റ്റ് ലീഗൽ റിക്വയർമെൻറ്റ്സ്. ഓരോ രാജ്യത്തും നിലവിലുള്ള ലീഗൽ പ്രൊസീജിയേഴ്സും പ്രൊവിഷൻസും ഒക്കെ കൺസിഡർ ചെയ്യണം. അതിൽ ടൈം ടു ടൈം വരുന്ന ചേഞ്ചസ് ഒക്കെ ടേക്ക് കെയർ ചെയ്തിട്ട് അത് ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റെഗുലേഷൻസും ഫോളോ ചെയ്യണം. പിന്നെ പറയുന്നത് ടാക്സേഷൻ പോളിസിയാണ്. ടാക്സേഷൻ പോളിസി ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കാരണം ഈക്വിറ്റി ഷെയർസിൻ്റെ മുകളിൽ വരുന്ന ഡിവിഡൻഡിൽ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അതേസമയം ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. അതായത് ഇൻട്രസ്റ്റ് കുറച്ചിട്ടുള്ള എമൗണ്ടിൽ മാത്രമേ കമ്പനി ടാക്സ് കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ ഒക്കെ ടാക്സ് റേറ്റ് ഭയങ്കര കൂടുതലാണല്ലേ. അപ്പോൾ അവർക്ക് എന്താണ് ഇങ്ങനെ ഇൻട്രസ്റ്റ് കുറച്ചിട്ട് ടാക്സ് കൊടുക്കുന്നതും ഡിവിഡൻഡിന് ടാക്സ് കൊടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഡിബഞ്ചേഴ്സിന് കോസ്റ്റ് കുറവാണെന്ന് പറയുന്നത്. പിന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ്. ഓരോ കമ്പനിയുടെ മാനേജ്മെൻറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിസീസ് ആയിരിക്കും. അപ്പോൾ ചില കമ്പനീസ് എന്താണ് വളരെ അഗ്രസീവായിട്ട് ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കും. അങ്ങനെ ഹൈ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള കമ്പനീസ് കൂടുതൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യും. കാരണം എന്താണ്, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, അവർക്ക് റിട്ടേൺ വരും, ആ റിട്ടേണിൽ നിന്ന് ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റും, ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാകും. അത്രയും റിസ്ക് എടുക്കാൻ അവർ തയ്യാറായിരിക്കും. ഇനി ചില കമ്പനീസിൻ്റെ മാനേജ്മെൻറ്റ് കൺസർവേറ്റീവ് ആയിരിക്കും. കാരണം ഇത്രയൊന്നും റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കില്ല. മാക്സിമം ഓൺഡ് ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലൊക്കെ വെച്ച് മാനേജ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. ദേ ഡു നോട്ട് ലൈക്ക് ടു ടേക്ക് ഹയർ റിസ്ക്. സച്ച് മാനേജ്മെൻറ്റ് പ്രിഫർ ഇക്വിറ്റി ക്യാപിറ്റൽ ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജനറലായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓർ ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ.